രണ്ടാം തവണ അധികാരം ഏറ്റെടുത്തത് മുതൽ അമേരിക്കയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരാതന റോമിലെ സീസറിനെ പോലെ ഏകാധിപത്യപരമായ രീതിയിലാണ് ട്രംപ് ഭരിക്കുന്നതെന്ന അഭിപ്രായമുണ്ട്. അദ്ദേഹം പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പകരം യോഗ്യതയില്ലാത്തവരെ നിയമിച്ചു എന്നും ആരോപണമുയരുന്നു. ഇലോൺ മസ്കിന് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകി. പലരും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. ട്രംപിന്റെ ഏകാധിപത്യ പ്രവണത ദിനംപ്രതി വ്യക്തമായി വരികയാണ്. കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിന് പകരം ഒറ്റയ്ക്കാണ് ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അധികാരം പ്രധാനമായും ഇലോൺ മസ്കിന് നൽകിയിരിക്കുന്നു എന്ന വിമർശനവുമുണ്ട്. അമേരിക്കയെ തന്റെ അച്ചിൽ വാർക്കാനാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. തന്റെ പ്രായവും 2 തവണത്തെ കാലാവധി പരിധിയും കണക്കിലെടുത്ത് ട്രംപ് തന്റേതായ രീതിയിൽ പലതും ചെയ്തു തീർക്കാനുള്ള നീക്കത്തിലാണ്. നിയമപരമായ പല മാറ്റങ്ങളും ട്രംപ് തയ്യാറാക്കുന്നുണ്ട്. 14ാം ഭേദഗതിയിൽ ജന്മാവകാശ പൗരത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ മക്കളുടെ ജന്മാവകാശ പൗരത്വം ട്രംപ് നിഷേധിച്ചു. ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണത്തിൽ പ്രതികളായ 1500-ലധികം പേരെ ട്രംപ് വെറുതെ വിടുകയും ചെയ്തു. ജനുവരി 6 സംഭവങ്ങളിലും ട്രംപിന്റെ രഹസ്യരേഖകളുടെ ദുരുപയോഗവും കണ്ടെത്തിയ നിരവധി ഫെഡറൽ പ്രോസിക്യൂട്ടർമാരെയാണ് ട്രംപ് പുറത്താക്കിയത്. ഫെഡറൽ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ചുമതലയുള്ള 17 ഇൻസ്പെക്ടർ ജനറൽമാരെയും ട്രംപ് പുറത്താക്കി. സംസ്ഥാന ഫെഡറൽ പ്രോഗ്രാമുകൾക്കുള്ള $3 ട്രില്യൺ ഫണ്ട് ട്രംപ് തടഞ്ഞു. കോൺഗ്രസ് പാസാക്കുകയും US സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്ത ടോക്ക് നിരോധനം നടപ്പിലാക്കാൻ ട്രംപ് വൈകിപ്പിക്കുകയും ചെയ്തു. ട്രംപിന്റെ വിദേശനയ നിലപാടുകളാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പനാമ കനാലും ഗ്രീൻലാൻഡും ഗാസയും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉക്രൈനിൽ നിന്ന് ധാതുക്കളുടെ രൂപത്തിൽ തിരിച്ചടവ് വേണമെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നു. ട്രംപ് ഇലോൺ മസ്കിന് ധാരാളം സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഫെബ്രുവരി 11 ഓവൽ ഓഫീസിൽ മസ്കിന്റെ മകൻ എക്സുമായി നടത്തിയ പത്രസമ്മേളനമാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത്. മസ്ക് ഒരു സൂപ്പർ ബില്യണറാണ്. 1 മാസം മുമ്പ് വരെ സർക്കാർ കാര്യക്ഷമത വകുപ്പിന്റെ ചുമതലയുള്ള പ്രത്യേക സർക്കാർ ജീവനക്കാരനായി മസ്കിനെ നിയമിക്കുന്നത് ചിന്തിക്കാനാവാത്ത കാര്യമായിരുന്നു. ഇത് വലിയ സംഘർഷത്തിനും ഇടയാക്കുമായിരുന്നു. എന്നാൽ ട്രംപ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. ട്രംപിന്റെ വോട്ടർമാർക്ക് മസ്കിന്റെ നിയമനം ഇഷ്ടമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മസ്ക് ചെയ്ത കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് സിറ്റിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് $80 മില്യൺ ഫെഡറൽ ഫണ്ട് മസ്ക് തിരിച്ചു പിടിച്ചിരുന്നു. ഇത്തരമൊരു നീക്കം നടക്കുന്നത് ആദ്യമായിട്ടാണ്. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി എന്ന് മസ്ക് എക്സിൽ കുറിക്കുകയും ചെയ്തു. US പൗരന്മാരെക്കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങളുടെ ഡാറ്റാബേസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നികുതിദായകരുടെ രേഖകൾ ഡോജ് മുഖേന മസ്ക് വരുമാന വകുപ്പിനോട് ചോദിച്ചു. ഫെഡറൽ സർക്കാർ പണമടയ്ക്കലുകൾ നിയന്ത്രിക്കുന്ന സാമ്പത്തിക സർവീസ് സിസ്റ്റത്തിലേക്ക് ഡോജിന് ഇതിനകം ആക്സസ് ഉണ്ട് എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിക്ക് പൗരന്മാരുടെ ബയോമെട്രിക്സ് ശേഖരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ US-ൽ ട്രംപ് മസ്കിനെ ഉപയോഗിച്ച് ഒരു സുരക്ഷിതത്വവും നൽകാതെ തന്നെ സ്വകാര്യ ഡേറ്റ ശേഖരിക്കാൻ അനുവാദം നൽകുകയായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കൻ സ്ഥാപനങ്ങൾ ട്രംപിനും മസ്കിന് മുന്നിൽ കീഴടങ്ങുന്നത് നോക്കാം. പണ്ട് കാലങ്ങളിൽ അമേരിക്കയിൽ പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം വൈറ്റ് ഹൗസും സെനറ്റും തടയുമായിരുന്നു. അവർ തടഞ്ഞില്ലെങ്കിൽ കോടതികൾ തടയുമായിരുന്നു. 250 വർഷത്തോളം ഈ സംരക്ഷണ സംവിധാനങ്ങൾ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. വാട്ടർഗേറ്റ് അമേരിക്കയുടെ സംരക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. എന്നാൽ 52 വർഷങ്ങൾക്ക് ശേഷം US രാഷ്ട്രീയം മാറി. പാർട്ടി വേർതിരിവ് പൂർണ്ണമാണ്. ഭരണകക്ഷി പൂർണ്ണമായും പ്രസിഡന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. പാർട്ടികൾക്കുള്ളിൽ ആശയപരമായ വൈവിധ്യമില്ല എന്നത് പ്രധാന കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് സ്ഥാനമില്ലാതാകുമ്പോൾ മറ്റ് ശക്തികൾ ഭരണം കൈപ്പിടിയിലൊതുക്കും. റിപ്പബ്ലിക്കൻ ഹൗസ് അംഗങ്ങൾ ഇതിനകം ട്രംപിന്റെ കീഴിലായി. സെനറ്റർമാരെയും ട്രംപ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലാക്കിയിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. സംസ്ഥാനങ്ങളിൽ ട്രംപിനെ എതിർത്ത നീതിന്യായ വ്യവസ്ഥ ട്രംപിന്റെ അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് പോകും. അവിടെ 6-3 യാഥാസ്ഥിക ഭൂരിപക്ഷം ട്രംപിന് അനുകൂലമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. പാർട്ടി രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലങ്ങൾ മുൻകൂട്ടി കാണാൻ അമേരിക്കൻ ഭരണഘടനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ്. പ്രസിഡന്റുമാർ തങ്ങളുടെ അധികാരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കില്ലെന്ന് അത് പ്രതീക്ഷിക്കുകയും ചെയ്തു. ഫെബ്രുവരി 15 വരെയുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനങ്ങൾ വിശകലനം ചെയ്ത യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ പ്രൊഫസർ ക്രിസ്റ്റീന പാഗലിന്റെ അഭിപ്രായത്തിൽ ട്രംപിന്റെ മിക്ക തീരുമാനങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളെയും നിയമവാഴ്ചയും അട്ടിമറിക്കുകയും ഫെഡറൽ സർക്കാരിനെ തകർക്കുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമാണ്. ഫെഡറൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർ എലൻ വെൻഡ്രൂസിനെ പോലെയും ട്രംപ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. ഫെഡറൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമാനമാണ്. കൂടാതെ അഭിപ്രായ വ്യത്യാസങ്ങളെ അടിച്ചമർത്തുകയും വിവരങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യാനുള്ള ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം മാധ്യമങ്ങളെ കേസുകളിലൂടെ ഭീഷണിപ്പെടുത്താനും ട്രംപ് ശ്രമം നടത്തുന്നുണ്ട്. ട്രംപ് ആദ്യ മാസത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് സ്വയം തിരുത്താൻ കഴിയുമെന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട്. വാട്ടർഗേറ്റ്, മക്കാർത്തിസം, ആഭ്യന്തര യുദ്ധം എന്നിവയെല്ലാം അതിജീവിച്ച രാജ്യമാണ് അമേരിക്ക. ഓരോ തവണയും അതിന്റെ ജനാധിപത്യ ഘടന നിലനിന്നു എന്നത് പ്രധാന കാര്യമാണ്.
ട്രംപിന്റെ അധികാര ദുർവിനിയോഗം ഇപ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുമെങ്കിലും ഭാവിയിൽ നിയമപരമായ വെല്ലുവിളികൾ, ഔദ്യോഗിക പ്രതിരോധം, മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ ട്രംപിനെ കാലക്രമേണ നിയന്ത്രിക്കും. അദ്ദേഹത്തിന്റെ ഭരണകാലാവധിയുടെ അവസാനത്തോടെ ഈ സമയം ഒരു താൽക്കാലിക പ്രതിസന്ധിയായി മാത്രമേ കാണപ്പെടുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.